ഈ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഉപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. തീർച്ചയായും എന്നൊക്കെ പറയുമെങ്കിലും ചില രോഗങ്ങൾക്കൊന്നും ഇപ്പോൾ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ ഷുഗർ, BP ആ ഒരു പ്രശ്നങ്ങളൊക്കെ, ഉപ്പല്ല പഞ്ചസാര കൂടുതൽ കഴിച്ചാലാണ് പ്രമേഹം. പക്ഷേ ഉപ്പിൻ്റെ സാന്നിധ്യം ചില പ്രമേഹ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല പ്രധാന വിഷയം. ഉപ്പൊരു മാരക വിഷം എന്നാണ് ഇപ്പോൾ ചില പഠനങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. നമ്മളൊക്കെ വീടുകളിൽ ഉപ്പ് ഉപയോഗിക്കുന്നവരാണ്. ഉപ്പില്ലാത്തൊരു വീട് പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും വീട്ടിലാണെങ്കിലും ഉപ്പുണ്ടാകും. ഈ ഉപ്പ് പല രോഗങ്ങൾക്കും, അതായത് മാരകമായ പല രോഗങ്ങൾക്കുമുള്ള കാരണമാകുന്ന ഒരു വിഷം എന്നാണ് പറയുന്നത്. സത്യത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നില്ലേ? തീർച്ചയായും ഭയപ്പെടുന്നുണ്ട്. കാരണം ഉപ്പ്, ചില മനുഷ്യന്മാർക്ക് ഉപ്പിനോട് അമിതമായ ആസക്തി ഉണ്ടായിരുന്നു. കാരണം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമിതമായി ഉപ്പ് കഴിക്കുന്ന ഒരാളാണ്. കാരണം ഉപ്പ് എനിക്ക് കൂടുതൽ ശരീരത്തിന് വേണമെന്നുള്ളത് കൊണ്ട് ഉപ്പ് ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അസുഖത്തിന്റെ അങ്ങനെയാണോ? അല്ല, എൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് എൻ്റെ ശരീരത്തിൽ ഉപ്പ് കുറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് BP ഒക്കെ ചിലപ്പോൾ ലോ ആവുന്നത് കൊണ്ട് ഉപ്പ് കൂടുതൽ കഴിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഉപ്പ് നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വശം. രണ്ടാമത് ഇതിൻ്റെ അപകടം നമുക്ക് ആദ്യം പറഞ്ഞു പോകാം. കാര്യം ഉപ്പ് കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉപ്പ് സാധാരണയായി ആളുകൾക്ക് അറിയാവുന്നത് ഉപ്പ് കഴിച്ചാൽ BP കൂടും എന്നുള്ളത് മാത്രമാണ്. എന്താണ് BP എന്നുള്ളത് പോലും നോർമലായിട്ട് ആളുകൾക്ക് കൃത്യമായി അറിയില്ല. രക്തസമ്മർദ്ദം എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. അതിൻ്റെ ഭീകരാവസ്ഥകളോ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും ആളുകൾക്കൊന്നും വലിയ ബോധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉപ്പ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും അതിൻ്റെ മെറ്റബോളിസം, അതായത് ലിവറാണല്ലോ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യേണ്ടത്, മെറ്റബോളിക് പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിനെ മറികടന്ന് അതിനെ വൃക്കയിലൂടെ പുറത്തു കളയേണ്ടത്. ഈ ഉപ്പ് നമ്മുടെ വൃക്ക രോഗത്തിന് കാരണമാകുന്നുണ്ട്. ലിവറിലെ നീർക്കെട്ടുകൾക്ക്, ലിവർ നീർക്കെട്ട് എന്ന് പറയുന്നത്, ലിവറിലെ നീർക്കെട്ടും അതുപോലെ തന്നെ എന്താണ് ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ലിവർ സിറോസിസ്, അക്യൂട്ട് ലിവർ സിറോസിസ് എന്ന് പറയുന്ന നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്കൊക്കെ കാരണമാകുന്ന ഒരു ഘടകമാണ് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നവരനുസരിച്ച് അമിതമായ ഉപ്പ് കഴിക്കുന്ന ആളുകളിൽ ഇതൊന്നും കൂടാതെ തന്നെ എന്താണ് ക്യാൻസർ, മാരകമായ ചില ക്യാൻസർ രോഗങ്ങൾക്ക് ഉപ്പ് കാരണമാകുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ക്യാൻസർ രോഗത്തിൽ തന്നെ പെട്ട കോബ്ര ക്യാൻസർ എന്നൊക്കെ പറയുന്നത്, അതായത് ഏറ്റവും മാരകമായ ചില ക്യാൻസറുകളുണ്ട്. അത്തരം ക്യാൻസറുകൾക്ക് ഈ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം കാരണമാകുന്നു. ഞരമ്പുകൾക്ക് ചില ബലഹീനതകൾ ഇത്തരത്തിലുള്ള ഉപ്പിൻ്റെ ഉപയോഗം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മൂത്രനാളിയുമായി ബന്ധപ്പെട്ട, വൃക്കയുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ, മൂത്രത്തിൽ കല്ല് പോലുള്ള ചില രോഗങ്ങളിൽ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ നെർവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ ഉപ്പ് അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ, മറ്റു കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം നമ്മളെ വീട്ടിലെ അമ്മയും പെങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഉപ്പ് ഇട്ട് കഴിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കല്ലുപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. കല്ലുപ്പിന് ഇത്ര പ്രശ്നമില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒന്ന്, പ്രിസർവേറ്റീവ് ചേർന്നുകൊണ്ടുള്ള ഉപ്പാണ് ഭൂരിഭാഗം ഉപ്പുകളും വരുന്നത്. ഇപ്പോൾ അയഡിൻ ഉപ്പ് എന്നുള്ള പേരിൽ നമ്മൾ പാക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഉപ്പ് അയഡിൻ്റെ കുറവ് മൂലമാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അയഡിൻ ഉപ്പ് വ്യാപകമാക്കി. ഗോയിറ്റർ, അതുപോലെ തന്നെ തൈറോയിഡ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അയഡിൻ ഉപ്പ് നിർബന്ധമാക്കി. പക്ഷേ തൈറോയിഡ് രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അയഡിൻ ഉപ്പ് നിർബന്ധമാക്കിയിട്ടും തൈറോയിഡ് രോഗികൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാണ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഉപ്പിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ എന്താണ് കടൽ ജലം കുറുക്കി എടുത്തുകൊണ്ടുണ്ടാക്കുന്ന ഉപ്പ് പലതരത്തിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടാറുണ്ട്. പല രീതിയിൽ, ചിലപ്പോൾ ചില വയലുകളിൽ അടിയുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഉപ്പ് എടുക്കാറുണ്ട്, ഉപ്പ് പാറകളിൽ നിന്ന് ഉപ്പ് എടുക്കാറുണ്ട്. അങ്ങനെ പല രീതികളിൽ ഉപ്പ് എടുക്കാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ലാതെ കൃത്രിമമായി ഉപ്പ് സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിന് വലിയ ഹാനികരമാകുന്ന കാര്യങ്ങളാണ്. നാച്ചുറലായിട്ട് കിട്ടുന്ന ഉപ്പ്, അതായത് നമ്മൾ എന്താ പറയുക, ഇന്ദുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇന്ദുപ്പിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉപ്പിനുണ്ടാകുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്ദുപ്പിനില്ല എന്നുള്ളതാണ്. BP പേഷ്യൻസിന് ഏറ്റവും നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇന്ദുപ്പ്. BP വരുന്ന ആളുകൾക്ക് ഇന്ദുപ്പ് കഴിക്കുമ്പോൾ BP നന്നായിട്ട് കുറയുകയും, അതുപോലെ തന്നെ മറ്റസുഖങ്ങളിൽ, മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളിലൊന്നും ഉപ്പ് കഴിക്കരുത് എന്നൊരു പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് പോലും ഈ എന്താണ് ഇന്ദുപ്പാണ് സാധാരണയായി കൊടുക്കുക. സോഡിയം കുറയാത്ത ആളുകൾ, അതായത് സോഡിയത്തിൻ്റെ വലിയ ബുദ്ധിമുട്ട് വരാത്ത ആളുകൾക്കെല്ലാം തന്നെ ഇന്ദുപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്താണ് ഈ പറയുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉപ്പ് കൊണ്ടുണ്ടാവാത്ത ഒരു സാധനമാണ് ഈ
ഇന്ദുപ്പ് എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രഷറിന് കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് BP-യുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്. അതിന് ഉപ്പ് നിയന്ത്രിക്കണമെന്ന് പറയുന്ന സമയത്ത് പോലും നമുക്ക് ഉപ്പ് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുമുണ്ട്. പക്ഷേ ധന്യക്ക് എന്താ തോന്നുന്നത്, ഇത്ര വലിയൊരു പ്രശ്നത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ഈ ആളുകൾക്കിടയിലേക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലിയ പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഉപ്പിന്റെ ഉപയോഗം അത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പൊ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉപ്പ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരെ ഉൾപ്പെടെ ഉള്ളവരെ അത് ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നേരത്തെ പറയുന്ന പോലെ കല്ലുപ്പൊന്നും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറേയില്ല. വീടുകളിലൊക്കെ ഇപ്പോൾ ഈ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ഏറ്റവും ലാഭമുള്ള ബിസിനസ്സാണ് ഉപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഉപ്പിന്റെ വില കൂടുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ തവണയും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ ലാഭമാണ് കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് ഇതിലെന്താണ് ചേർത്ത് വരുന്നത്, മാരകമായ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്താണ് ഉപ്പ് നമ്മളിലേക്ക് എത്തുന്നത്, പ്രത്യേകിച്ച് പൊടിയുപ്പ്, ഇതൊന്നും നമ്മൾക്കറിയില്ല. നമ്മൾ കറിക്ക് രുചി കൂടാനായി ഉപ്പിന്റെ അളവ് കൂട്ടും, ചിലപ്പോൾ കുറയ്ക്കും. പക്ഷെ ഉപ്പില്ലാത്ത ഒരു ലൈഫ് നമുക്കില്ല എന്നുള്ളതാണ്. കുറച്ച് കൊണ്ടുപോകുമായിരിക്കും, ഇല്ലാത്തൊരു ലൈഫ് നമുക്കില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഉപയോഗം, ഉപ്പിൻ്റെ ഈ ഒരു ഉപയോഗം എല്ലാവരും കല്ലുപ്പിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇതൊരു ഇൻഫർമേഷനാണ്. ഇതൊരു വാർത്തയാണെന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് മറ്റു വാർത്തകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് പല കമൻറ്റോളികളും ഇപ്പോൾ രംഗത്തെത്താൻ സാധ്യതയുണ്ട്. അവരോട് കൂടിയാണ് പറയുന്നത്, നിൻ്റെയൊക്കെ വീട്ടിൽ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഭക്ഷണക്രമമാണ് നമ്മുടെയൊക്കെ ശരീരത്തിലെ പല രോഗാവസ്ഥയ്ക്കും കാരണം എന്നുള്ളതാണ്. എനിക്ക് ഈ നാരങ്ങ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. നാരങ്ങയുടെ നീര് എൻ്റെ വായിലെ ഞാൻ ആദ്യം കരുതിയത് എനിക്ക് വായിൽ സ്ഥിരമായി ഇങ്ങനെ കുമിള വന്ന് പൊട്ടി അത് ഇൻഫെക്ഷൻ ആവാറുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? എനിക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഒരു മാസത്തിൽ ഒരു 10-20 ദിവസം എനിക്ക് ഇത്തരത്തിൽ ഒരു ഏകദേശം ഒരു 10-15 വർഷം കൊണ്ട് എൻ്റെ ശരീരത്തെ ഇത് വല്ലാതെ ബുദ്ധിമുട്ട്, ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഈ കാണിക്കുന്നു, ഇപ്പോഴും പല മരുന്നുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ എങ്കിലും എനിക്ക് ഇതിൽ നിന്നൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. അപ്പോൾ ചില ഫുഡുകൾ, ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് അത് ബുദ്ധിമുട്ടിലുണ്ടാക്കും. നാരങ്ങാ നീര് അത് ഉണ്ടാക്കും. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, ഇങ്ങനത്തെ ഈ ഒരു ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ അത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണ്, അതുകൊണ്ടൊന്നും കൊണ്ട് പരിശോധിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ കുടലിൽ എനിക്ക് പുണ്ണാണ്, കുടലിൽ അൾസറാണ്, അതാണ് ഈ പുറത്ത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഗുളികളൊക്കെ ഞാൻ കുറേ നാൾ കഴിക്കുമ്പോൾ ഇത് മാറുന്നുണ്ട്. പിന്നെയും മാറിയോ എന്നറിയാൻ ഞാൻ തന്നെ സ്വയം അതങ്ങ് നിർത്തും, വീണ്ടും വരും. ഇതൊക്കെ തന്നെയാണ് സ്ഥിരം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പീരിയഡ്സ് ആവുന്ന സമയത്ത് ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ വരുമ്പോൾ അത് കാണിക്കുന്ന ലക്ഷണങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെന്തോ ആകട്ടെ, പക്ഷേ ഈ ആഹാരക്രമങ്ങൾ പലതും നമ്മളിപ്പോൾ ജങ്ക്സ് ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തു പോയി ആഹാരം കഴിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ നമ്മളൊക്കെ വരുത്തി വയ്ക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? പണ്ടുള്ളവരൊക്കെ പഴങ്കഞ്ഞി കുടിച്ചും കപ്പയൊക്കെ കഴിച്ചും ജീവിച്ചവരാണ്. എൻ്റെ അമ്മയൊക്കെ പറയുന്നേക്കാം, ഉണക്ക കപ്പയൊക്കെ വേവിച്ച് കഴിച്ച് അമ്മയൊക്കെ 12 മക്കളാണ്. അപ്പോൾ അങ്ങനെ അവർക്കൊന്നും ഒരു കാലഘട്ടം വരെ ഒരു രോഗവും ഇല്ല, എല്ലിനും ശരീരത്തിനുമൊക്കെ നല്ല ബലമാണ്, അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെയൊക്കെ അവർക്ക് പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക്, ഇപ്പോഴത്തെ ജനറേഷൻ എന്താണ്, അവരൊന്ന് വളർന്ന് വരുമ്പോൾ തന്നെ അവർക്ക് നടുവേദന, കൈകാലനക്കാൻ വയ്യ, കാരണം ശരീരം അനങ്ങുന്നില്ല, പക്ഷേ പുറത്തുള്ള ഫുഡുകൾ ഒരുപാട് കഴിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരം രോഗങ്ങളെ വരുത്തുന്നത് നമ്മൾ തന്നെയാണ്. അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നല്ല ആഹാരങ്ങൾ കഴിച്ച് വീട്ടിൽ തന്നെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ച് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിച്ച് ഉപ്പൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി അത്തരത്തിലുള്ള കമന്റുകളൊക്കെ വന്നാൽ എനിക്കറിയില്ല ഉപ്പ് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കാം. ഉപ്പിന്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. കാരണം ഓവറായിട്ടുള്ള ജങ്ക് ഫുഡ്സുകൾ ഒഴിവാക്കാൻ പറ്റും. കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ഉപ്പും അതുപോലെ തന്നെ അജിനാമോട്ടോയും ഈ രുചി കൂട്ടാനുള്ള മറ്റു സാധനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ഗുരുതരമായി ഉപ്പിന്റെ ആ ഒരു രോഗമുണ്ടാക്കാനുള്ള പ്രത്യാഘാതങ്ങൾ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. ഒപ്പം കല്ലുപ്പ് വളരെ മിതമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഒപ്പം അയഡിൻ ഉപ്പിലൊക്കെ വരുന്ന പാക്കറ്റ് ഉപ്പുകളിൽ നിന്ന് ചേരുന്ന പ്രശ്നങ്ങളെ ഈ ഗവൺമെന്റ് ഒക്കെ ഇടപെട്ടുകൊണ്ട്, ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഒക്കെ ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറ്റുക. എന്തായാലും ആളുകൾക്ക് ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിവരമാണ് നമ്മൾ കൊടുത്തത്. വളരെ ഗുരുതരമാണ്, ഗൗരവകരമാണ്. കാരണം നമ്മളൊക്കെ ഉപ്പ് കഴിക്കുന്നവരാണ്, ശ്രദ്ധിക്കുക.